എല്ലാവർക്കും നമസ്കാരം. വിച്ചാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിപ്പോൾ തയ്യാറാക്കാൻ വന്നത് റംബുട്ടാൻ കൊണ്ടൊരു പായസമാണ്. അപ്പോൾ നമുക്ക് ഈ റംബുട്ടാൻ ഇതിൽ നിന്നും ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അതിനെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് തോട് കളഞ്ഞിട്ട് ഈ കുരുന്ന് നീക്കം ചെയ്തെടുക്കാം. ഇങ്ങനെ കുരുന്ന് ഇത് നീക്കം ചെയ്തെടുത്ത് എല്ലാം റെഡിയാക്കാം. നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ വരും കിട്ടും. നമ്മുടെ റംബുട്ടാൻ ഞാൻ ഇതിൽ നിന്നെല്ലാം ഇളക്കിയെടുത്ത് ഒരു എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കും. അപ്പം ഞാൻ ഈ റംബുട്ടാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കശുവണ്ടിയും മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഇത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നമുക്കതിൽ ചേർക്കാൻ. പഞ്ചസാര ആവശ്യത്തിന് ചേർത്തോളാം. ഏലക്ക പൊടിച്ചതാണ്. ഏലക്ക ഞാൻ പഞ്ചസാര ഇട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് ചേർക്കാം ആവശ്യത്തിന്. അപ്പോൾ 2.5 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാത്രം നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് 1/2 സ്പൂണ് നെയ്യെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് റംബൂട്ടാൻ ഇട്ട് കൊടുക്കാം. നെയ്യിൽ കുറച്ച് നേരം നമ്മൾ റംബൂട്ടാൻ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് വെള്ളം പറ്റില്ല, കാരണം ഇത് വെള്ളമുള്ള ഇതായതുകൊണ്ട് വെള്ളം പറ്റില്ല. എങ്കിലും നെയ്യിൽ കുറച്ച് ഒന്ന് വാട്ടിയെടുക്കാം. ആയിട്ടിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2.5 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. നമുക്ക് ഏകദേശമായിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടാൽ മതി. മധുരം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ കുറച്ച്. ഇപ്പം ഞാനിതിൽ 5 സ്പൂണാണ് ഞാൻ ചേർത്തത്. ഇതിലേക്ക് ഞാൻ പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെച്ചിരുന്ന ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇത്. നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. പാലിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് തിരിച്ച് റെഡിയായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ചെറിയ തീ വെച്ച് ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഒരു കടായിൽ വെച്ചിട്ട് ഇത് കശുവണ്ടിയും ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ അതിലേക്ക് 1/2 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കശുവണ്ടി മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. കശുവണ്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കത് സ്റ്റൗ ഓഫാക്കി ഇതിലോട്ട് വെക്കാം. അപ്പോൾ ഇന്നത്തെ റംബൂട്ടാൻ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.